Hi guys, Hi, this is Bonsi. this is Vixie. So we are in part of London, and today we are just going for a trip in Crawley. But it's not much like a trip, just going for an outing, and just wait and watch our video. Bye. At the roundabout, take the second exit on A264 towards Crawley. In 1.5 kilometers. At the roundabout, take the second exit on A264 towards Crawley. After all, the early bird catches the sun lounges by the pool. Oh, so guys, we are reached Crawley, and we are walking through Crawley streets. Yeah. This is Crawley Decathlon. Look at this place. Oh, Big C. Come on. Now, guys, we are entering to a mall in Crawley, and we are inside of the mall. Most of the shops are closed here. So, guys, our video will be little bit Malayalam and little bit English. Okay. Darling. Oh, guys, അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞിരിക്കുന്നു. ഗൈസ്, അങ്ങനെ വലിയ പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു. ഫുഡിയും ഒന്ന് മേടിച്ചിട്ട് വന്നില്ലായിരുന്നു. രണ്ടെണ്ണമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ. അങ്ങനെ ഇപ്പം 2-3 കൂടെ മേടിച്ചു. അത് മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ അങ്ങനെ വലിയ ഗംഭീര പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു ഗൈസ്. ഓ ഗൈസ്, ഞാനൊന്നും എടുത്തിട്ടല്ലടാ. ഇതാണ് ആർച്ചയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇവിടെ നിന്ന് പണ്ടാറാണെന്ന് അറിയാൻ വയ്യ, എല്ലാം അടച്ചിട്ടേക്കാണ്. അറിയത്തില്ല ഗൈസ്. ഇവിടെ പൊതുവെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാം ക്ലോസ് ആവും. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇരുന്നിരുന്ന് ഇറങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഗൈസ്. ഓക്കെ, ക്ലോസ്ഡ്, സൂപ്പർ ഡ്രൈ. അങ്ങനെ നമ്മൾ മാത്രം, കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളിനി എങ്ങോട്ടാണ് ഗൈസ്? നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സർപ്രൈസ്. സർപ്രൈസ് ഉണ്ട്, എവിടാണെന്ന് അറിയത്തില്ല ഗൈസ്. ഉണ്ടാ ചുമ്മാ അടക്കമാണ് ഗൈസ്. ഏത് കാട്ടിലോട്ടാ പോണേന്ന് അറിയത്തില്ല. ഇവിടെ ഷൂ സോൺ എന്ന് പറയുന്നൊരു ഷോപ്പാണെന്നു, അതും ക്ലോസ്ഡ് ആണോ എന്നറിയാൻ വയ്യ. എന്തായാലും അവിടെ കയറി ഷൂസ് നോക്കാൻ പോകുന്നു ഗൈസ്. ഷൂസ് ഓൺ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുവാണ് ഗൈസ്. ഇനി നമ്മൾ പൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന ഒരു കടയിലോട്ട് പോവാണ്, ഷോപ്പ്. അവിടെയാണ് 1 പൗണ്ടിനൊക്കെ സാധനങ്ങളുണ്ട്. നമ്മൾ അവിടെ പോയി കുറച്ച് അലികുലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളങ്ങനെ വേറൊരു ഷോപ്പിലോട്ട് കയറിയേക്കാണ്, സ്പോർട്സ് ഡയറക്റ്റ്. ഇവിടെ ഷൂസും ചെരുപ്പും എല്ലാം ഉണ്ട്. ഞങ്ങൾ അവിടോട്ട് നോക്കുവാണ്. ഷൂസ് എല്ലാം നോക്കിയെടുത്തായിരുന്നു, പക്ഷെ അളവിനുള്ളത് കിട്ടിയില്ല. ആ അളവ് ഓടില്ല. അങ്ങനെ ഷൂസ് എടുക്കുന്ന ഊമ്പി അങ്ങനെ വീണ്ടും നമ്മളങ്ങനെ പൗണ്ട് ലാൻഡിലോട്ട് നടന്നു പോവാണ്. ഇവിടെ പിന്നെ വേറൊരു സീനുണ്ട് ഗൈസ്. ഫോണൊക്കെ ഏത് നിമിഷമാണ് ആരാണ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോണേന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിൽ ലോക്ക് ചെയ്ത് പിടിച്ചേക്കുവാണ്. ഇവിടെ വേറെ എന്തോ ഒരു സാധനം കിട്ടും ഗൈസ്, ഫോണിനകത്ത് ഇങ്ങനെ കൈ കൂടെ ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കുന്ന. അത് ഞാൻ എവിടെയും കണ്ടില്ല, കാണുവാണെങ്കിൽ മേടിക്കുക. ഫോണിന് അടിച്ചോണ്ട് പോകണമെന്ന് അറിയാൻ വയ്യ. ഓക്കെ ഗൈസ്, ഇതാണ് പൗണ്ട് ലാൻഡ്. അങ്ങനെ പൗണ്ട് ലാൻഡിലോട്ട് പോകണു.
ഗൈസ് അങ്ങനെ ഇപ്പോൾ ഓൺലൈനിൻ്റെ തല എനിക്ക് നടക്കുവാണ്. ഓ, എവിടെ വെച്ച് കണ്ടുപരിചയമുള്ള ഒരാൾ. ഓക്കെ, ഗൈസ് അങ്ങനെ ഞാൻ തപ്പിയിടുന്ന സ്ഥലമെത്തി. ഹോട്ട് വീൽസ് കാർ കളക്ഷൻ. ഇതാണ് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ്. സ്ട്രോബെറി ഷേക്ക്, ഐസ്ക്രീം, ദെൻ മൈ ഹോട്ട് വീൽസ് കാർസ്. ഗൈസ് നേരത്തെ നിങ്ങളെ കാണിച്ച ഹോട്ട് വീൽസ് കാറില്ലായിരുന്നു, അതതിൻ്റെ ഇടയ്ക്കോട്ട് വീണ്. പിന്നെ ഞാൻ തപ്പിയപ്പോഴാണ് കിട്ടിയത് ഒറിജിനൽ ഹോട്ട് വീൽസ് കാർസ്. ഇതൊക്കെയാണ് ഗൈസ് പരിപാടി. ഓ, ജിം ഗ്രൂപ്പ്. ഗൈസ് ഇത് വൺ ഓഫ് ദ നല്ലൊരു ജിമ്മാണ്. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെ ഒന്നും ആരും കാണാനില്ല. ഓ, വിക്സീസ് ഐസ്ക്രീം. ഗൈസ് ഈ സാധനം കൊള്ളാം. ഞാൻ അടുത്ത പക്ഷേ ഈ സാധനം കൊള്ളത്തില്ല കേട്ടാ. ബോൺ ചെയ്ത സാധനമാണ്, ജ്യൂസ് കൊള്ളാം, ഒരു കാശ് കൊള്ളത്തില്ല. പക്ഷേ ഗൈസ് ഇത് കൊള്ളാം. ഇത് ഒരുമാതിരി ഞാനത്തെയാണ് കുക്കി ഐസ്ക്രീം കൂടെ ചേർന്ന ഒരു ക്യാരമൽ കണക്കത്തെ കൊള്ളാം. സാധനം കൊള്ളാം, പക്ഷെ നല്ല രസമുണ്ട് കഴിക്കാൻ. ഗൈസ് നിങ്ങൾ ഈ വെയിൽ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ നട്ടുച്ചയാണ് അല്ലെങ്കിൽ നട്ട് രാവിലെയാണെന്ന്. ഇവിടെ ഇപ്പം സന്ധ്യ 7 മണിയാണ് ഗൈസ്. ഇത് അത് കേട്ടപ്പോൾ ഇവൾ തന്നെ ഞെട്ടി. പക്ഷെ ഇവിടെ എന്താണ് ആളുകളില്ലാത്തതെന്ന് അറിയത്തില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സമയത്ത് ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഈ സമയത്ത് ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല. വന്നിട്ടുള്ളത് നൈറ്റൊക്കെയാണ്. നൈറ്റൊക്കെ വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കൊള്ളയാണ്. ഇനി എന്തോണോ എന്തോ കടകളും എല്ലാം അടച്ച് ഗൈസ് അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വണ്ടി അടക്കണത്തോട് നടക്കുവാണ്. സാധനം കൊണ്ടുവച്ചുകൊണ്ട് നടക്കാൻ വിചാരിക്കുന്നു. കാരണം ഈ സാധനം ദുഃഖം നടക്കാൻ പറ്റാത്ത പാടുണ്ട്. ഗൈസ് ഒരു പട്ടീനെ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? ഇവിടെ പട്ടി കടിച്ചാൽ എത്രയും കണ്ട് ലക്ഷം രൂപ കിട്ടും എന്നാണ്. കള്ളത്തിലാണോ? സീരിയസ് ആയിട്ട് കിട്ടത്തില്ലേ? അങ്ങനെ ആരോ ഞാൻ പറയുന്നിടത്തുണ്ട്. നാട്ടിലെ ലക്ഷങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഇത്രയും കണ്ട് പോകണ്ടല്ലേ? അങ്ങനൊന്നുമില്ലേ? ആ ഗൈസ്, ഓ ഗൈസ് 500 പൗണ്ട്, അതായത് 50,000 രൂപ. ഗൈസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുവാണ്. ഓ ഗൈസ്, അവിടെ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ ആരുടെയും വണ്ടി അവിടെ കാണുന്നില്ല ഗൈസ്. ഇവരുടെ അടുത്തൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് നടക്കുവാണ്. എവിടെയാണെന്നൊന്നും അറിയത്തില്ല, മാപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കാർ എടുക്കാഞ്ഞ കാരണം അവിടെ പാർക്കിംഗ് ഉണ്ടോ ഇല്ലയാണെന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ കാർ സേഫ് ആയിട്ട് സ്ഥലത്ത് ഇട്ടേക്കുവാണ്. അതുകൊണ്ട് ഇനി വെറുതെ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് ഗൈസ് നമ്മൾ എന്തൂരി എന്നെ എന്തിനു പിടിക്കുന്നത്? ഞാൻ നിന്നെയല്ലേ മീര എടുക്കുന്നത്. Hello guys. ഗൈസ് ഫുൾ ബ്ലാക്ക് കഴിഞ്ഞ് വന്ന ഉടനെ നടന്നു നോക്കൂ, ഫുൾ വൈറ്റ്. ഗൈസ് ഇപ്പുറ സൈഡിലൂടെ കറങ്ങി വന്നു വീണ്ടും. ഇതാണെന്ന് തോന്നുന്നു ഷോറൂമിൻ്റെ എൻട്രി. പൊന്നോ ഗൈസ്, മിനി കൂപ്പർ നിരന്ന് 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 കിടക്കുന്നു നോക്കൂ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പുറത്ത് കിടക്കുന്ന വണ്ടി നോക്കൂ. ഓ മൈ ഗോഡ് ഗൈസ്, നോക്കൂ ഗൈസ്, അതും ഫുൾ ബ്ലാക്ക്. മാൻ, ഇതിൻ്റെ വണ്ടിയാണെന്ന് അറിയാൻ വയ്യ, പക്ഷേ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു നൈസ് മൂഡ് വണ്ടിയാണ്. സെറ്റ് സാധനം, കൊള്ളത്. ബസ് ഭ്രാന്തന്മാർക്ക് വേണ്ടി ബസ്സസ്.
ഗൈസ് ലവളെന്നെ കളഞ്ഞിട്ട് പോവാണ്. ഏതോ കാട്ടിലോട്ട് നടന്ന് എന്ത് സ്ഥലമാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ എനിക്കൊന്ന് വണ്ടിയൊക്കെ പണിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. റിപ്പയറൊക്കെ എവിടെ നോക്കിയാലും കാറാണ് ഫുള്ള്. ഗൈസ് എങ്ങനെ ഇവൾ പറഞ്ഞ അമ്പലം എത്തിയിരിക്കുന്നു. ഇതിലേ കൂടെ അല്ലേ കയറുന്നത്? അങ്ങോട്ടൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യ ഗൈസ്. നോക്കട്ടെ. അങ്ങനെ അവൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി. അങ്ങനെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. കണ്ട സീനാ മോന്താ. ഗൈസ് ട്രിപ്പ് പോകുമ്പോ ഗൈസ് അലർജി ആയി ഗൈസ്. മോന്തക്കൊക്കെ വൈരിച്ചോറിന് വരുന്നു ഗൈസ്. എനിക്ക് ചില ഫുഡൊക്കെ അലർജി ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു പിണ്ണാക്കും കഴിച്ചില്ല. മറ്റേ ഒരു ഷേക്ക് എടുത്ത് കുടിച്ച് പണ്ടാരോണങ്ങ് അലർജി ആയി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ശരീരം മൊത്തമായി ഗൈസ്. ഗൈസ് മൊത്തത്തിൽ എല്ലാം തടിച്ചു വാരി ഗൈസ്. അലർജി അമ്പലത്തിൽ തള്ളി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് ഊമ്പി ഗൈസ്. ഇവിടെ ഒന്നും മരുന്ന് പോലും മേടിക്കാൻ പറ്റത്തില്ല ഗൈസ്. റൂമിലിരിക്കുവാണ് ഗൈസ് അലർജിയുടെ മരുന്ന്. അതും ഇനി കണ്ടുപിടിക്കണം. എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഒരു മരുന്ന് പോലും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ സീൻ. ഇവിടെ ആകെ കിട്ടുന്നത് കാശ് കൊടുത്ത പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ. അതും ഇപ്പൊ എല്ലാ പിണ്ണാക്കി കടകളും അടച്ചാണ്. കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പാരസെറ്റമോൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ പാരസെറ്റമോൾ കഴിച്ചാൽ എല്ലാവർക്കും പറ്റില്ല. എന്റെ പൊന്നോയില്ല ആട്ടാമ്പുഴും ആട്ടം വരുന്ന ചൊറിച്ചിലുണ്ടല്ലോ ഗൈസ്. മാതിരി ചൊറിച്ചിലാണ്. അമ്പോ ഉണ്ടാരോടങ്ങ പണി പാടി ഗൈസ്. എന്തായി തീരുമെന്തോ. ഇതിവിടെ അടുത്തൊരു പള്ളിയാണ് ഗൈസ്. ഗൈസ് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഗൈസ് ഈ കിടക്കുന്ന സാധനം കണ്ടത്. ഇത് വണ്ടിയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഗൈസ്? ഗൈസ് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഈ നൈറ്റ് ഇവിടെ രാത്രിയായി ഒന്നും ആരും പുറത്തിറങ്ങത്തില്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഈ ഭാഗത്ത് ആരുമില്ല. എനിക്കൊന്നും എല്ലാവരും ഈ പബ്ബിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നു. ഇവിടെ നോക്കൂ, ആരുമില്ല. അഗാധമായി കിടക്കുന്നു. ഒന്നുമില്ല. മെയിനായിട്ട് ഈ പബ്ബും പാർട്ടിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. മനുഷ്യൻ പോലും ഇല്ല ഗൈസ്. ഇത് കൊണ്ടാരാണോ എന്തോ. നമ്മളെ വണ്ടി മാത്രം ഗൈസ്. ഓ ഗൈസ്